വായന മരിച്ചുകൊണ്ടിരിക്കുന്നൊരു ലോകമാണ്. പക്ഷേ ഈ ലോകത്ത് പത്രമുത്തശ്ശിയായിട്ടുള്ള ദീപിക എന്നും പ്രൗഢയോടെ തലയുയർത്തി നിൽക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പുതുവിഭവങ്ങളുമായിട്ട് ദീപിക പത്രവും അതുപോലെ ദീപിക ഓൺലൈൻ എഡിഷനുമെല്ലാം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല, ഇന്ന് പത്രലോകവും അതുപോലെ മാധ്യമലോകം പൊതുവെയും വലിയൊരു കച്ചവട സംരംഭം പോലെയാണ്. കച്ചവട സംരംഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സാധനം, കൂടുതൽ ചിലവാകുന്ന സാധനം ഏതാണെന്നൊരു പഠനമൊക്കെ നടത്തി അത്തരം സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആ രീതിയാണ് കച്ചവട സംരംഭം. പക്ഷെ നമുക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയില്ലല്ലോ. ദീപിക അങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും, ഇന്നുമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദീപികയ്ക്കൊരു അതിൻ്റേതായിട്ടുള്ളൊരു യുണീക്നെസ്, അനന്യതയുണ്ട്. അത് ഈ കച്ചവട സംരംഭങ്ങൾക്കെല്ലാം ഇടയിൽ തലയുയർത്തി നിൽക്കാനുള്ള ഒരാർജവത്വമാണ്. നടക്കുന്ന കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ, അതുപോലെ തന്നെ വലിയ ചായക്കൂട്ടുകളും മേക്കപ്പും ഇല്ലാതെ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പത്രമുത്തശ്ശി, അതിൻ്റെ തന്നെ മക്കളായിട്ടുള്ള ഓൺലൈൻ എഡിഷൻ, മറ്റ് അനുബന്ധ പ്രസിദ്ധീകരണങ്ങൾ, അതെല്ലാം വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ജുഹയാണത്. അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അതിന്നും അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത്. ഈ പത്രം തുടങ്ങിയ മാണിക്കത്തനാർ, അദ്ദേഹത്തിനൊരു ആദർശബോധം ഉണ്ടായിരുന്നു. ആ ആദർശബോധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ നിലകൊള്ളേണ്ടത്? അത് പ്രധാനമായിട്ടും വാർത്താമാധ്യമങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വലിയ മാറ്റങ്ങളില്ലാതെ എന്താണ് നടന്നതെന്ന് സത്യാവസ്ഥ ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം എല്ലാം ആളുകളെ അറിയിക്കണമെന്നല്ല, അറിയിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം എന്നർത്ഥം. ഇന്ന് പാർട്ടികൾക്കും മതങ്ങൾക്കും ജാതികൾക്കുമെല്ലാം അതീതമായിട്ട് മാധ്യമങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ആകാത്തതിൻ്റെ ദുർഫലങ്ങളാണ് പുതിയ തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്ന ഈ ലോകത്തിൽ ഇന്നത്തെ തലമുറ അതിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ആ ലോകത്തിലേക്കും ദീപിക കടന്നു വന്നു കഴിഞ്ഞു. ദീപികയുടെ ആർജവത്വവും സത്യസന്ധതയും യാഥാർത്ഥ്യബോധവും എല്ലാം അവിടെ കാണാൻ കഴിയും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്മസ് നമ്മളോട് പറയുന്ന സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയുമെല്ലാമായിട്ടുള്ള ആ സന്ദേശം ഈ വാർത്തകളിലൂടെയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ദീപികയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ദീപികയുടെ വായനക്കാർക്കും കേൾവിക്കാർക്കുമെല്ലാം ഈ ക്രിസ്മസും അതുപോലെ തന്നെ വരുന്ന പുതിയ വർഷവുമെല്ലാം കൃപ നിറഞ്ഞ ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.